കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി മർദ്ദനം അന്വേഷിക്കാൻ കേരള VCയുടെ നിർദ്ദേശം. ഹോസ്റ്റലിൽ നടന്ന വിദ്യാർത്ഥി പീഡനവും സംഘട്ടനവും അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ഇന്നലെ രാത്രിയിലും ക്യാമ്പസിൽ KSU SFI ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ഇവരുമായി ശാലിനി ശരിയാണ്. ശാലിനി VC എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് ഇതിനകം നൽകി കഴിഞ്ഞത്? സുരേഷ്, ഇന്നലെ രാത്രി വൈകിയാണ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിനുള്ളിലും ഒപ്പം തന്നെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുൻപിലും SFI KSU ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ ഏറ്റുമുട്ടലിലും സംഘർഷത്തിലും നിരവധി KSU പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു MLA വിൻസെന്റ് MLA അടക്കമുള്ളവർക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റു. ഒരു CPO പോലീസ് ഉദ്യോഗസ്ഥനടക്കം SFIയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനമായും പരിക്കേറ്റ KSU ജില്ലാ ഭാരവാഹി കൂടിയായിട്ടുള്ള ജില്ലാ നേതാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഒബ്സർവേഷനിലാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. ഈ സംഭവത്തിലാണ് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാറോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടിയന്തരമായി തന്നെ ഈ വിഷയം അന്വേഷിച്ച് എന്താണ് കോളേജ് ക്യാമ്പസിനുള്ളിൽ നടന്നത് എന്നത് വിശദമാക്കിക്കൊണ്ടുള്ള അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ പറയുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രി വൈകി 11-12 മണിയോട് കൂടിയാണ് ഈ സംഘർഷം ഉടലെടുക്കുന്നത്. KSU SFI പ്രവർത്തകർ കോളേജ് ക്യാമ്പസിനകത്ത് ഏറ്റുമുട്ടുകയും ഒരു ഇടിമുറിയിൽ ഈ ജില്ലാ നേതാവിനെ എത്തിച്ച് മർദ്ദിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പരാതി പറയുന്നത്. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ഒപ്പം തന്നെ SFIയുടെ പ്രവർത്തകരടക്കമുള്ളവർ വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ ഉടലെടുക്കുകയും ചെയ്തത്. പിന്നീട് KSU പ്രവർത്തകർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് എത്തി പ്രതിഷേധിക്കുന്നു. അവിടേക്ക് വീണ്ടും SFI പ്രവർത്തകർ എത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് KSU പ്രവർത്തകരെക്കെതിരെ നടന്നിട്ടുള്ള ഈ സംഭവത്തിൽ മറ്റ് നടപടികൾ സ്വീകരിക്കാനും ഒപ്പം തന്നെ കാര്യവിവരം അന്വേഷിക്കാനുമായി ചാണ്ടി ഉമ്മനും ഒപ്പം തന്നെ വിൻസെന്റ് MLA അടക്കമുള്ള 2 MLAമാർ അവിടെ എത്തി. അവിടെയും SFI പ്രവർത്തകർ MLAമാരെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തടയലിലാണ് ഒരു CPOയ്ക്കും ഒപ്പം തന്നെ വിൻസെന്റ് MLAയ്ക്കും പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ കേരളത്തിന്റെ പല കോളേജുകളിലും പല ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള SFIയുടെ ഇടിമുറികളുണ്ട്, അത്തരത്തിലുള്ള അതിക്രമം നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ, വിശദാംശങ്ങൾ ഓരോ ദിവസങ്ങളിലായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വയനാട്ടിലെ വെറ്റിനറി കോളേജിലെ സംഭവവികാസങ്ങളടക്കം നമുക്ക് മുന്നിലുണ്ട്. ഇവിടെയും അത്തരത്തിലുള്ളൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുമായി ബന്ധപ്പെട്ട് SFIയുടെ അതിക്രമവുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപകമായ രീതിയിലുള്ള പരാതികളും ഉയർന്നു വന്നിരുന്നുവല്ലോ. സുരേഷ്, തീർച്ചയായും സംസ്ഥാനത്തെ പല സർവകലാശാലകളിലും ഇത്തരത്തിൽ ഇടിമുറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. മുൻപ് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ അതിക്രൂരമായി കോളേജിലെ ക്യാമ്പസിനകത്തെ റൂമിലിട്ട് ഹോസ്റ്റൽ മുറിയിൽ ഇത്തരത്തിൽ മർദ്ദിക്കുകയും പിന്നീട് അത് കൊലപാതകത്തിലേക്ക് എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇന്നലെ രാത്രി തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് KSU പ്രവർത്തകർ മനസ്സിലാക്കുന്നത്, വ്യക്തമാക്കുകയും ചെയ്യുന്ന. അത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഈ മർദ്ദനമേറ്റ സഞ്ജൂസിന്റെ KSUവിന്റെ ജില്ലാ നേതാവ് കൂടിയായ സഞ്ജൂസിന്റെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം ഒബ്സർവേഷനിലാണ്. ഒരു മണിക്കൂറിന് ശേഷം പുറത്തിറങ്ങാൻ കഴിയും, അപ്പോഴത്തേക്ക് പ്രതികരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് KSUവിന്റെ ഭാരവാഹികൾ വ്യക്തമാക്കുകയും ചെയ്തു. ഒരു കൂട്ടം ആളുകൾ SFI നടത്തുന്ന ഇടിമുറി എന്ന് പറയുന്ന മുറിയിലേക്ക് ഈ KSU നേതാവിനെ എത്തിക്കുകയും അവിടെ ഇട്ട് അത് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ചോദ്യം ചെയ്തെത്തിയ കൂടുതൽ KSU പ്രവർത്തകരെയും മർദ്ദിക്കാനുള്ള ശ്രമം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കിയത് KSUവും കോൺഗ്രസും കേന്ദ്രീകരിച്ചാണ് എന്നുള്ളൊരു ന്യായീകരണമാണ് നിലവിൽ ഈ വിഷയത്തിൽ SFIയുടെ ഭാരവാഹികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ SFIക്കെതിരെ ഉയരുകയാണ്. അതേസമയം തന്നെയാണ് സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ രജിസ്ട്രാർക്ക് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊന്നായ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള മോഹൻ കുന്നുമേൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ആ റിപ്പോർട്ട് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പ്രത്യേകിച്ച് രജിസ്ട്രാർ അടക്കമുള്ളവർ ഇടത് അനുകൂല യൂണിയനുകളുടെ ഒക്കെ തന്നെ ഭാരവാഹികളും ഇഷ്ടക്കാരുമാണ് എന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് VCക്ക് മുൻപാകെ എത്തുമോ? അങ്ങനെയാണെങ്കിൽ VC ഏത് തരത്തിലുള്ള നടപടികൾ ഇനി ഈ പ്രവർത്തകർക്കെതിരെയും ഒപ്പം തന്നെ ഈ സംഘർഷത്തിന് തുടക്കമിട്ട ആൾക്കാർക്കെതിരെയും ഒപ്പം തന്നെ ഇടിമുറിക്കെതിരെയും ഏത് തരത്തിലുള്ള നടപടികൾ എടുക്കുമെന്നുള്ളത് വരും മണിക്കൂറിൽ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മർദ്ദനമേറ്റ KSU പ്രവർത്തകരടക്കമുള്ളവർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസ് അന്വേഷണവും ശ്രീകാര്യം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മേപ്പയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റ ശ്രമം. SI ജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ,
ഓൻ ജിജു എന്നിവർക്ക് പരിക്കേറ്റു. സബീർ, ഷിബു എന്നിവരാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ പേരാമ്പ്രയിലും കൊയിലാണ്ടിയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു.